കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. ലാസലേറ്റും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു. ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടി.വിയുടെ പ്രേക്ഷകരും പരിശുദ്ധ അമ്മയുടെ സ്നേഹിതരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ വത്സല മക്കൾ എന്ന നിലയിൽ ലോകത്തെമ്പാടുമുള്ള എല്ലാവരെയും, മുതിർന്നവരെയും യുവതി യുവാക്കളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിച്ച് അവരെ സകല ആപത്തുകളിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിൽ നിത്യതയിലേക്ക്, നിത്യമായ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുവാൻ പരിശുദ്ധ അമ്മ ആഗ്രഹിച്ചുകൊണ്ടാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് വിലപ്പെട്ട സന്ദേശങ്ങൾ അമ്മ നൽകുന്നത്. അമ്മയുടെ വിവിധ സന്ദേശങ്ങളിൽ നമ്മൾ കാണുന്ന വളരെ പ്രത്യേകമായ ഒരു സന്ദേശം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അമ്മ ഈ സന്ദേശം നൽകുന്നത് വചനാധിഷ്ഠിതമായിട്ടാണ്. പത്രോസ്ലിയുടെ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുലിഖിതം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ്: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഓടി നടക്കുന്നു. സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവനെ പരാജയപ്പെടുത്തുക. നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഓടി നടക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മനസ്സിലാക്കണം, നമ്മൾ ആർക്ക് വേണമെങ്കിലും ഇവൻ്റെ വലയിൽ ചെന്നുപെടാം. അവൻ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഓടി നടക്കുകയാണ്. ഇതുതന്നെയാണ് പരിശുദ്ധ അമ്മ വളരെ ശക്തമായി നമുക്ക് താക്കീത് തരുന്നത്. അമ്മ പറഞ്ഞു, ലോകം മുഴുവനും സാത്താൻ വല വിരിച്ചു കഴിഞ്ഞു. ഈ വലയിൽപ്പെടാതെ മക്കളെ നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുക. ഞാൻ പറയുന്ന സന്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. വിശ്വാസത്തിൽ ആഴപ്പെടുക. ദൈവമുണ്ട് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. ദൈവം സത്യമാണെന്നും മിഥ്യയല്ല എന്നും, എന്നാൽ ഇതിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ടെന്നും, ഈ ലോകത്തിലെ ജീവിതം ഏതാനും വർഷങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നിത്യകാലം ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ അവസാനിക്കാത്ത നിത്യജീവനിലേക്ക് പ്രവേശിക്കത്തക്ക രീതിയിൽ ഈ ലോകത്തിൽ ജീവിക്കുക. സാത്താൻ്റെ കെണികളിൽ പെടാതെ നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുക എന്ന് പരിശുദ്ധ അമ്മ ശക്തമായി സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ബിവെയർ ഓഫ് സൈറ്റൻസ് ട്രാപ്സ് പരിശുദ്ധ അമ്മയുടെ ശക്തമായ സന്ദേശമാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന, സാത്താൻ ലോകത്ത് വിരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക കെണി യുവജനങ്ങളെ വീഴ്ത്തുവാനുള്ള കെണിയാണ്. കൂടുതലായിട്ടും കൗമാരപ്രായത്തിലുള്ള യുവതി യുവാക്കൾ, ചില പ്രായമുള്ളവരും അതിൽ വീഴുന്നുണ്ട്. ഈ കെണിയുടെ പേരാണ് പ്രണയക്കെണി. ഇന്ന് ലോകത്തെമ്പാടും ഇപ്രകാരമുള്ള വഞ്ചനയുടെ, ചതിയുടെ പ്രണയക്കെണികൾ സാത്താൻ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കളിലൂടെ വിരിച്ചിരിക്കുകയാണ്. സാത്താൻ്റെ ഏജന്റുമാരായി ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾ ലോകമെമ്പാടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നാം തിരിച്ചറിയണം.
ഇതൊരു തമാശല്ല, ഇതൊരു വർഗീയതയല്ല, ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണ്. പ്രിയമുള്ള സഹോദരൻ, പലരും ഈ സന്ദേശത്തെ പല രീതിയിലും വളച്ചൊടിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇത്രമാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. പരിശുദ്ധ അമ്മയുടെ സന്ദേശം ഇതാണ്: നിങ്ങൾ കാലഘട്ടത്തെ തിരിച്ചറിയണം. കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സാത്താൻ ഓരോ കാലഘട്ടത്തിലും വയ്ക്കുന്ന കെണികൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധയമ്മ കാലഘട്ടത്തെ വിവേചിച്ചറിയുവാൻ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ഇന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ചതിയുടെ കെണിയാണ് പ്രണയക്കെണി. അതിന് പല പേരുകളും ആളുകൾ വിളിക്കുന്നുണ്ട്. കേരളത്തിലും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും ഈ പ്രണയക്കെണിയിൽപ്പെട്ട് ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് അനേക യുവതികൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെ തിരിച്ചറിയുവാനുള്ള ഒരു വിളിയാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ ഇവരുടെ കൂടെയുള്ള ചില പെൺകുട്ടികളുടെ ഒത്താശയോടുകൂടി തന്നെ ഇതര മതങ്ങളിലുള്ള, പ്രത്യേകിച്ചും ക്രൈസ്തവ ഹൈന്ദവ മതങ്ങളിലുള്ള പെൺകുട്ടികളെ ആകർഷിക്കുകയും പല രീതിയിലും അവരെ ചിരിച്ചുകൊണ്ടും സമ്മാനങ്ങൾ നൽകിക്കൊണ്ടും പല രീതിയിൽ അവരുടെ സംരക്ഷകരായി ചില സാഹചര്യങ്ങളിൽ വന്നുകൊണ്ടുമൊക്കെ അവരെ ആകർഷിച്ചുകൊണ്ട് ഈ പ്രണയക്കെണിയിൽ പെടുത്തി പിന്നീട് മാതാപിതാക്കളിൽ നിന്ന് അവരെ അകറ്റി തങ്ങൾ മാത്രമാണ് അവരെ സ്നേഹിക്കുന്നതെന്നുള്ള തെറ്റായ മിഥ്യാധാരണ അവരിൽ ജനിപ്പിച്ച് അവരെ ഈ കെണിയിൽപ്പെടുത്തി ലൈംഗികമായി ദുരുപയോഗിച്ച് നശിപ്പിച്ചു കളയുക എന്നുള്ള ഏക ലക്ഷ്യത്തോടു കൂടി ഇന്ന് ഈ കാപാലികന്മാർ കേരളത്തിലും ഭാരതത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും സാത്താൻ്റെ കെണികൾ വിരിച്ച് കാത്തിരിക്കുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. പലരും ഇതിനെക്കുറിച്ച് ഈ ലോകത്ത് സംസാരിക്കുന്നുണ്ട്, പലരും ഇതിനെക്കുറിച്ച് ആർട്ടിക്കിൾസൊക്കെ എഴുതുന്നുണ്ട്. എന്നാൽ ചില വ്യക്തികൾ, ചില സാമൂഹിക നേതാക്കന്മാരെന്ന മിഥ്യാധാരണയിൽ ചില നേരത്തെ പറയുന്നത് പോലെ കുഞ്ഞാടിൻ്റെ വേഷമണിഞ്ഞ ചെന്നായ്ക്കൾ ഇപ്രകാരമുള്ള കാര്യങ്ങളൊന്നും ഭാരതത്തിലോ കേരളത്തിലോ ലോകത്തോ നടക്കുന്നില്ല എന്ന് പ്രസ്താവനകൾ ഇറക്കി ഇപ്രകാരമുള്ള ക്രിമിനലുകളെ വെള്ളപൂശിക്കൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് തിരിച്ചറിയണം. എന്നാൽ യാഥാർത്ഥ്യം വളരെ വ്യത്യസ്തമാണ്. ഈ ലോകത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എത്ര കുടുംബങ്ങളാണ് പ്രണയക്കെണിയുടെ, വഞ്ചനയുടെ, ചതിയുടെ കണ്ണീരിൽ തകർന്നു പോയിരിക്കുന്നത്. ഇനിയും ഇതൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കുന്ന ഇപ്രകാരമുള്ള ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ, യുവതി യുവാക്കന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഓരോ കുടുംബങ്ങളും മത നേതാക്കളും സാമൂഹിക നേതാക്കളും ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഈ തിന്മയുടെ വലയത്തിൽ നിന്ന് നമ്മുടെ യുവതി യുവാക്കന്മാർ, നമ്മുടെ യുവജനങ്ങൾ, പ്രത്യേകിച്ചും പെൺകുട്ടികളായ യുവതികൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ബ്രിട്ടനിൽ ആരംഭിച്ച ഗ്രൂമിംഗ് ഗ്യാങ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം ആൺകുട്ടികളുടെ ഒരു സംഘടന ഇന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബ്രിട്ടനിൽ കുടിയേറിയ ചില യുവാക്കൾ ഗ്രൂമിംഗ് ഗാങ് എന്ന് പറഞ്ഞ ഒരു സംഘടന രഹസ്യത്തിൽ രൂപീകരിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വെള്ളക്കാരായ പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തി ലൈംഗികമായി ദുരുപയോഗിച്ച് നശിപ്പിച്ചു കളയുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ച ഈ ഗ്രൂമിംഗ് ഗാങ്ങിലെ ഏതാനും വ്യക്തികളെ ഈ അടുത്ത കാലത്ത് അറസ്റ്റ് ചെയ്യുകയും
അവർ പ്രത്യേകിച്ചും ബാലികമാരെ പീഡിപ്പിച്ചതിനാൽ പല രീതിയിലും അവരെ നൂറുകണക്കിന് വർഷത്തേക്ക് ജയിലിലടക്കുകയും ചെയ്ത സംഭവങ്ങളൊക്കെ ഇന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുപയോഗിച്ചിരുന്ന 2 മാർഗങ്ങളാണ്. ഒന്ന്, ഡേ കെയറിൽ നിന്നും ഇപ്രകാരമുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു. പല രീതിയിലും ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ അവരെ നോട്ടം ചെയ്ത്, അവരെ നോട്ട് ചെയ്ത് പല അപകടത്തിൽപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. കാരണം എന്നിട്ട് സുരക്ഷിതമായി അവർക്ക് സുരക്ഷയോടുകൂടി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി അങ്ങനെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ചില അജ്ഞാത കേന്ദ്രങ്ങളിൽ പാർപ്പിച്ച് അവരെ വളരെ മൃഗീയമായ രീതിയിൽ ദുരുപയോഗിച്ച് നശിപ്പിച്ചു കളയുക എന്നുള്ള സാത്താനിക ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചിരുന്ന ഈ ഗ്രൂപ്പ്, അവരുടെ ഒന്നാമത്തെ മാർഗം ഇതായിരുന്നു. ഇവരെ പെൺകുട്ടികൾ ഡേ കെയറിൽ നിന്നും തട്ടിക്കൊണ്ടുപോവുക, മറ്റു ചില അജ്ഞാത കേന്ദ്രങ്ങളിൽ എത്തിക്കുക, അവരെ ദുരുപയോഗിച്ച് നശിപ്പിച്ചു കളയുക. അവർക്ക് ആദ്യമൊന്നും ഇവരെ പിടിക്കുക എളുപ്പമായിരുന്നില്ല. കാരണം ഗവൺമെൻറ് വോട്ട് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി ചില മാറി മാറി വന്ന ചില ഗവൺമെൻറ്റുകൾ വോട്ട് നഷ്ടപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ക്രിമിനലുകളെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും അവർക്കെതിരെ നിലപാടുകൾ എടുക്കുവാനും നിയമം കൊണ്ടുവരുവാനും അവർ മടിച്ചു നിന്നു. ഇപ്രകാരമുള്ള ക്രിമിനലുകൾ ഉപയോഗിച്ചിരുന്ന 2ാമത്തെ മാർഗമാണ് തട്ടിക്കൊണ്ടുപോകാൻ സാധിക്കാതിരുന്ന പെൺകുട്ടികളെ UK പല ബസ് സ്റ്റാൻഡുകളിലും വഴിവക്കിലൊക്കെ വെച്ച് ഇവർ പരിചയപ്പെട്ട് സൗഹൃദം നടിച്ച് ആദ്യമൊക്കെ അഭിനയിച്ച് അവർക്ക് ചില അല്ലറ ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്ത് ചില സമ്മാനങ്ങളൊക്കെ നൽകി അവരുടെ വിശ്വാസത്തെ ഇവർ ചൂഷണം ചെയ്ത് വിശ്വാസം ആർജിച്ചെടുക്കുന്നു. അതിനുശേഷം ചതിച്ച് നേരത്തെ പറഞ്ഞതുപോലെയുള്ള അജ്ഞാത കേന്ദ്രങ്ങളിൽ ഈ പെൺകുട്ടികളെ എത്തിക്കുന്നു. അവിടെ വെച്ച് ഇവരെ മൃഗീയമായി ഉപദ്രവിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്ത് നശിപ്പിച്ചു കളയുന്നു. ഇപ്രകാരമുള്ള ഗാംഗുകൾ UK ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഗാംഗിൻ്റെ വേരുകൾ UK മാത്രമല്ല, ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ കേരളത്തിൽ വരെ എത്തപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് കേരളത്തിൽ അനേകം പെൺകുട്ടികൾ, നൂറുകണക്കിന് പെൺകുട്ടികൾ ഇതുപോലുള്ള അനുഭവത്തിലൂടെ കടന്നുപോയി പുറത്തു പറയാൻ സാധിക്കാതെ അവരെല്ലാം ഹൃദയത്തിൽ ഒതുക്കി വേദനിച്ച് ആത്മഹത്യയിൽ അഭയം തേടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരമുള്ള വഞ്ചനയുടെ കെണികൾ സാത്താൻ ചില വ്യക്തികളിലൂടെ ലോകം മുഴുവൻ വിരിച്ചു കഴിയുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവരെ ഒറ്റപ്പെടുത്തുകയും ഇവരെ ഓരോ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിയുകയാണ്. എല്ലാവരും ക്രിമിനലുകളാകണം നിർബന്ധമില്ല. എന്നാൽ ഇപ്രകാരമുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരെ സമൂഹം തിരിച്ചറിയണം. അവരെ വെള്ളപൂശിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമൂഹത്തിന് തീർച്ചയായും അപകടങ്ങളെ നേരിടേണ്ടി വരും എന്ന് മനസ്സിലാക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു യുവതിയുടെ ഒരു അനുഭവം കേൾക്കുവാനിടയായി. ഇതുപോലെയുള്ള ചില പ്രണയക്കണിയിൽ ഈ യുവതി എത്തപ്പെട്ടു. എത്തപ്പെടാൻ കാരണം ഈ വിഭാഗത്തിൽപ്പെട്ട യുവാക്കളുടെ കൂടെയുള്ള ചില പെൺകുട്ടികൾ നമ്മുടെയൊക്കെ കേരളത്തിലും പുറത്തും കോളേജുകളിൽ, സ്കൂളുകളിലും അതുപോലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹോസ്റ്റലുകളിലുമൊക്കെ താമസിക്കുന്ന ചില പെൺകുട്ടികൾ ഇവരുടെ കൂടെയുള്ള ആൺകുട്ടികളെ ക്രൈസ്തവ ഹൈന്ദവ സമുദായത്തിൽപ്പെടുന്ന പെൺകുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ ഇവരറിയാതെ പ്രണയത്തിൻ്റെ ചതിക്കുഴിയിലേക്ക് ഈ പെൺകുട്ടികൾ തന്നെ എത്തിക്കുകയും ചെയ്തു. ഇപ്രകാരം ഒരു എത്തപ്പെട്ട ഇരയാണ് ഞാൻ മനസ്സിലാക്കിയ ഈ പെൺകുട്ടി. പിന്നീട് ഈ പെൺകുട്ടിയെ ഒരു യുവാവ് പ്രണയം നടിച്ച് ഈ പെൺകുട്ടിയെ ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോയി സ്നേഹം നടിച്ച് അവളെ വളരെ മോശമായ രീതിയിൽ ദുരുപയോഗിച്ചു. ഈ ദുരുപയോഗിച്ച ശേഷം പിന്നീട് ഏതാനും മാസങ്ങൾ ഇവൻ പ്രണയം നടിച്ച് കൂട്ടിക്കൊണ്ട് നടന്നു. ഈ പെൺകുട്ടി വിചാരിച്ചത് ഇവൻ മാത്രമേ ഇവളെ സ്നേഹിക്കുന്നുള്ളൂ. പിന്നെ ഇപ്രകാരമുള്ള ഗ്രൂപ്പുകൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഈ പെൺകുട്ടികളെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റുവാൻ എല്ലാ തന്ത്രങ്ങളും ഇവർ ഉപയോഗിക്കും.
പല രീതിയിലും അപ്പൻ നിന്നെ സ്നേഹിക്കുന്നില്ല, അമ്മ നിന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ മാത്രമേ നിന്നെ സ്നേഹിക്കുന്നുള്ളൂ, ഞാനാണ് രക്ഷകൻ എന്നുള്ള രീതിയിലുള്ള തെറ്റായ സന്ദേശങ്ങൾ ഇവർക്ക് നൽകുന്നു. ചില അല്ലറ ചില്ലറ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ചില സമ്മാനങ്ങൾ ഇവർക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഇവരുടെ വിശ്വാസം ആർജിച്ചെടുക്കുന്നു. ഇപ്രകാരം ആർജിച്ചെടുത്ത് ഈ പെൺകുട്ടിയെ 3-4 മാസങ്ങൾ കൊണ്ടു നടന്നതിന് ശേഷം ഇവൻ ഉപേക്ഷിക്കുകയാണ്. ഉപേക്ഷിച്ചത് വെറുതെയല്ല, ഈ പെൺകുട്ടിയെ മറ്റ് വ്യക്തികൾക്ക് ഇവൻ പങ്കുവയ്ക്കുകയാണ്. ഒരു കച്ചവട ചരക്കായി ഈ പെൺകുട്ടികളെ മാറ്റുന്ന ഗാങ്ങുകൾ കേരളത്തിലും ഭാരതത്തിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്നതിൻ്റെ ഒരു തെളിവാണ് ഈ കാണുന്നത്. എന്നിട്ട് പല രീതിയിലും മറ്റുള്ളവർക്ക് കൈമാറിയതിന് ശേഷം ഈ മകൾ ഹൃദയം തകർന്ന് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ ഒരു സമയത്ത് ചില വ്യക്തികളുടെ പ്രത്യേകമായ ഇടപെടൽ കൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഈ സഹോദരി പിന്നീട് ചികിത്സ തേടി നിയമപരമായി വന്നെങ്കിലും പലരും നിയമത്തിലേക്ക് ഈ വ്യക്തി നിയമത്തിന് പുറകെ പോകാൻ പരിശ്രമിച്ചെങ്കിലും നീതി കിട്ടാതെ ഇന്നും വിഷമിച്ച് നിൽക്കുന്ന യുവതിയുടെ ഒരനുഭവം ഈ അടുത്തയിടത്ത് കാലത്ത് കേൾക്കുവാനിടയായി. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ആശ്രയിക്കേണ്ടത് ഇതുപോലെയുള്ള ഭാരതത്തിലെ കേരളത്തിലെ നിയമങ്ങളിലോ നിയമപാലകരിലോ അല്ല, നിയമം സംരക്ഷിക്കുന്നവരല്ല, ദൈവത്തിലാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന് സാത്താനെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇന്ന് കേരളത്തിലുള്ള എല്ലാ യുവതി-യുവാക്കൾ, ഭാരതത്തിലും ലോകത്തിലുമുള്ള യുവജനങ്ങൾ ഇന്ന് ഏറ്റെടുക്കേണ്ടത്. ആ തിരിച്ചറിവ് നമുക്ക് എല്ലാ യുവജനങ്ങൾക്കും ഉണ്ടാകണം. ഈ തിരിച്ചറിവ്, ഈ പ്രണയക്കെണിയെക്കുറിച്ചുള്ള അറിവ് നമ്മൾ വ്യക്തിപരമായി നമ്മുടെ കോളേജുകളിൽ, സ്കൂളുകളിൽ, അതോടൊപ്പം തന്നെ മറ്റ് സൺഡേ സ്കൂളിൽ ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. വൈദികർ നമ്മുടെ ഇടവകളിൽ ഇത് പ്രസംഗിക്കണം. ഇപ്രകാരമുള്ള ചതിക്കുഴികൾ നമുക്ക് മുൻപിൽ ഉണ്ടെന്ന് പല രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് പലരും മടിക്കുകയാണ്, ഭയക്കുകയാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നതിന് വേണ്ടി. കാരണം തിക്താനുഭവങ്ങൾ ഭയക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്രകാരമുള്ള വഞ്ചനയുടെ കെണികൾ നമ്മൾ തുറന്ന് കാട്ടണം. അങ്ങനെ നമ്മുടെ യുവാക്കളെ സംരക്ഷിക്കുവാൻ ഭയമില്ലാതെ പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്ത്, നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് സത്യം നാം തിരിച്ചറിയണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം നമ്മുടെയൊക്കെ പള്ളികൾക്ക് ചുറ്റും, സ്ഥാപനങ്ങൾക്ക് ചുറ്റും, വിദ്യാലയങ്ങൾക്ക് ചുറ്റും ഇവരൊക്കെ വിരിച്ചിരിക്കുന്ന വലകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. നമുക്കറിയാം, പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഈ പ്രണയക്കെണിയിൽപ്പെട്ട് പലരും ദുരുപയോഗിക്കപ്പെട്ട് തകർന്നു പോയ ജീവിതങ്ങളുമായി സംസാരിക്കുമ്പോൾ അവരൊക്കെ പങ്കുവെച്ച കാര്യം ഇപ്രകാരമാണ്. ഇതൊക്കെ ആരംഭിക്കുന്നത് ഒരു മെസ്സേജിലാണ്. ഒരു മൊബൈലിലെ ഒരു മെസ്സേജ്, ഹായ് എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ്. ഇവരുടെ കൂടെയുള്ള ചില പെൺകുട്ടികൾ, നമ്മുടെ ചില പെൺകുട്ടികളുടെ നമ്പറുകൾ കരസ്ഥമാക്കി ചില യുവാക്കന്മാർക്ക് കൈമാറുന്നു. അതുകൊണ്ട് കോളേജുകളിലും സ്കൂളിലും ഓടിക്കുന്ന പെൺകുട്ടികൾ, നിങ്ങളെ തന്നെ സംരക്ഷിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണെന്ന് തിരിച്ചറിയണം. എല്ലാവർക്കും നിങ്ങളുടെ നമ്പറുകൾ കൈമാറാൻ പാടില്ല. ഇന്ന് പലരുടെയും ജീവിതത്തിൽ കണ്ട ആരംഭം ഇപ്രകാരമാണ്. ഹായ് എന്നൊരു മെസ്സേജ്, ഇവർ മെസ്സേജ് തിരിച്ചു വിടുന്നു. പിന്നീട് ഇവർ ചില രീതിയിലുള്ള മെസ്സേജുകളൊക്കെ വിട്ട് ഇവരെ പതുക്കെ പല ചാറ്റിങ്ങിലേക്ക് നയിക്കുന്നു. ചാറ്റിങ്ങിലൂടെ അവർ പ്രണയത്തിലെത്തിക്കുന്നു. അങ്ങനെ കുറേ നാളുകളൊക്കെ പ്രണയത്തിന് ശേഷം വീഡിയോ കോളിലേക്ക് വരുന്നു. ഈ വീഡിയോ കോള് മുന്നോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ ചില നഗ്നതകൾ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകുന്നു. ഇപ്രകാരം ഇരയുടെ നഗ്നതകൾ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോ കോളുകൾ ഉണ്ടാകുമ്പോൾ ഈ ക്രിമിനലുകൾ ഇപ്രകാരമുള്ള വീഡിയോകൾ അത് റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇവരറിയാതെ, പെൺകുട്ടികൾ അറിയാതെ റെക്കോർഡ് ചെയ്ത് പിന്നീട് ഇവർ ആവശ്യപ്പെടുന്ന രീതിയിൽ ഈ പെൺകുട്ടി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഇവൻ മറ്റുള്ളവർ കൈമാറി അവരിലൂടെ ഈ പെൺകുട്ടിയുടെ അടുത്ത് ഈ ഫോട്ടോയും വീഡിയോസൊക്കെ എത്തിച്ച് ഇത് പബ്ലിഷ് ചെയ്യും എന്നുള്ള ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പെൺകുട്ടികൾ ഭയത്തോടു കൂടി മറ്റുള്ളവർ അറിയാതിരിക്കുവാൻ ഇവർക്ക് വഴങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ എത്ര ജീവിതങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുക, പുറത്തു പറയാൻ സാധിക്കാത്ത എത്ര പെൺകുട്ടികളാണ് നരകിച്ച് ഇന്ന് കേരളത്തിൽ തന്നെ ജീവിക്കുന്നത്.
അതുകൊണ്ട് ഈ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഇത് വലിയ അപകടകരമായ അവസ്ഥയിലാണ് നമ്മുടെ നാടിനെ, പ്രത്യേകിച്ച് നമ്മുടെ യുവതികളെ കൊണ്ടെത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരമുള്ള പ്രത്യേകിച്ച് യുവതികൾ നിങ്ങൾക്കറിയത്തില്ലാത്ത ചില വ്യക്തികളിൽ നിന്ന് ചില മെസ്സേജുകൾ വരുമ്പോൾ നിങ്ങളത് പാടെ അത് ബ്ലോക്ക് ചെയ്യുക, ചില മെസ്സേജുകളൊക്കെ. കാരണം നമുക്കൊരു ട്രയൽ ആൻഡ് എററിനുള്ള സമയമല്ലിത്, ഇത് ഓൾറെഡി സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്രകാരമുള്ള ബ്ലോക്ക് ചെയ്യുക. ഏതെങ്കിലുമൊക്കെ വ്യക്തികളിൽ നിന്ന്, അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും, ഇപ്രകാരമുള്ള ചില പ്രണയത്തിൻ്റെ രീതിയിലുള്ള നിങ്ങളോടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കളെ അറിയിക്കുക. അത് കൂടെ തുടരുകയാണെങ്കിൽ പോലീസിനെ അറിയിക്കാൻ മറക്കാതിരിക്കുക. അങ്ങനെ ഇപ്രകാരമുള്ള വ്യക്തികൾക്കെതിരെ നിയമ നടപടികൾ പോലും എടുക്കുവാൻ മടിക്കാതെ മുന്നോട്ട് പോകണം എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഉത്തരവാദിത്വം നമ്മുടേതാണെന്ന് തിരിച്ചറിയണം. ഇപ്രകാരം നമ്മുടെ പെൺകുട്ടികളെ, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ ഒക്കെ ഈ കെണിയിൽ നിന്ന്, തിന്മയുടെ സാത്താൻ്റെ ഈ ഏജൻറ്റുകളിൽ നിന്ന് സംരക്ഷിക്കുവാൻ വ്യക്തിപരമായി കേരളത്തിലുള്ള നമ്മളെല്ലാവരും താല്പര്യമെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് ഈ സന്ദേശത്തിലൂടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരമുള്ള ഈ അവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുമ്പോൾ ഇവർ കൊണ്ടെത്തിക്കുന്ന ചില മയക്കുമരുന്നിൻ്റെ ചില മേഖലകളും നാം തിരിച്ചറിയണം. പ്രണയം നടി ചില സമ്മാനങ്ങളെ കൈമാറി ഇവരെ ചില സ്ഥലങ്ങളിലേക്ക് ഭക്ഷണത്തിനൊക്കെയായിട്ട് വിളിക്കുമ്പോൾ ചില മയക്കുമരുന്ന് ഇവരറിയാതെ നൽകി നമ്മുടെ പെൺകുട്ടികളെ മയക്കുമരുന്നിൻ്റെ അടിമകളാക്കി മാറ്റുന്നു. പെൺകുട്ടികൾ മാത്രമല്ല, ചില ആൺകുട്ടികളെയും മയക്കുമരുന്ന് അടിമകളാക്കി മാറ്റുന്നു. ഇവർ കൊടുക്കുന്ന ചില പാനീയങ്ങളിൽ, ചില ഭക്ഷണങ്ങളിൽ, സ്നേഹത്തോടെ ചില വിരുന്നുകളിൽ ചിലർ വ്യക്തിപരമായി, പ്രത്യേകിച്ചും നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട വ്യക്തികൾ കരുതിക്കൂട്ടി തന്നെ മയക്കുമരുന്നുകൾ കൊടുത്ത് പല രീതിയിൽ മയക്കുമരുന്ന് അടിമകളാക്കി പിന്നീട് അവരെ ദുരുപയോഗിച്ച് നശിപ്പിച്ചു കളയുന്ന സാഹചര്യങ്ങളും ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിലും ഉണ്ട് എന്ന് ഒരുപാട് വ്യക്തികളുടെ ജീവിതങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഇത് സാത്താൻ വെച്ചിരിക്കുന്ന വലിയൊരു കെണിയാണ്. ഇത് വലിയ തകർച്ചയുടെ ഒരു കെണിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തെ, ഈ കാലഘട്ടത്തെ പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ വിവേകത്തോടുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. മാതാപിതാക്കൾ ഇപ്രകാരമുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ മടിക്കരുത്. അവർക്ക് ചുറ്റും ഇത് ദൂരെയങ്ങ് നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് ചിന്തിക്കരുത്. ഇന്ന് കേരളത്തിൻ്റെ ഓരോ ഗ്രാമങ്ങളിലും ഓരോ വിദ്യാലയങ്ങൾക്ക് ചുറ്റും ഇപ്രകാരമുള്ള കെണികൾ, ക്രിമിനലുകൾ വിരിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ജാഗ്രതയോടുകൂടി, ജാഗരൂകരായിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നമ്മെ സഹായിക്കണം. നമ്മുടെ കേരളത്തിൽ കുറേ നാളുകൾക്ക് മുൻപ്, 2-3 വർഷം മുൻപ് ഓടിയ ഒരു സിനിമയുണ്ട്, കേരള സ്റ്റോറി. ഈ സിനിമ ഈ ചതിക്കുഴിയെ വളരെ വ്യക്തമായി പബ്ലിക്കിന് കാണിച്ചു കൊടുത്ത ഒരു സിനിമയാണ്. ഇതെവിടെയെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ അവൈലബിൾ ആണെങ്കിൽ നമ്മുടെ യുവജനങ്ങളുടെ അടുത്ത് ഈ സിനിമ കാണിക്കണം, ഈ സിനിമ എത്തണം. കാരണം ഒളിഞ്ഞിരിക്കുന്ന വഞ്ചനയുടെ ചിരികളും വഞ്ചനയുടെ അത്തറിൻ്റെ മണവും വഞ്ചനയുടെ ബൈക്ക് റൈഡുമൊക്കെ നമ്മുടെ യുവതിയുവാക്കൾ, പ്രത്യേകിച്ചും നമ്മുടെ പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് സുരക്ഷിതരായി ഈ ലോകത്ത് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അജ്ഞാതമായ ചില നമ്പറുകളിൽ നിന്ന് ചില മെസ്സേജുകൾ വരുമ്പോൾ അത് എൻ്റർടൈൻ ചെയ്യരുത്. അത് ഹായ് പറഞ്ഞ് അത് സോഷ്യൽ മീഡിയയിൽ കൂടെയും ഒക്കെ പല രീതിയിലും വരുമ്പോൾ ഒരു പുതിയ സൗഹൃദമാണല്ലോ എന്ന രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ട് വരുവാനും അതിലേക്ക് കൂടുതൽ പോകുവാനും പരിശ്രമിക്കാതെ മുളയിലെ നുള്ളിക്കളയുവാൻ യുവതി യുവാക്കൾക്ക് പരിശീലനം നൽകണം. ഇപ്രകാരം ഇതുപോലെയുള്ള വ്യക്തികളുടെ ഏതെങ്കിലും കൂടുതലായിട്ടുള്ള സ്വാധീനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളോട് അത് പങ്കുവയ്ക്കുവാൻ മടിക്കരുത്. മാതാപിതാക്കളെ ശത്രുവായി കാണരുത്. ഇന്ന് പലപ്പോഴും ഇവർ പെട്ടുന്ന ഒരു കെണി ഇതാണ്. മാതാപിതാക്കളെ ശത്രുക്കളായി ഇവർ കാണിച്ചു കൊടുക്കുകയാണ്. ഇവരുടെ ചില ഉപദേശങ്ങൾ കേട്ട് മാതാപിതാക്കളെ കൊല്ലുവാൻ പോലും ചില പെൺകുട്ടികൾ അല്ലെങ്കിൽ ചില ആൺകുട്ടികൾ
പരിശ്രമിച്ച സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഇവരുടെ തെറ്റായ ചില ചിന്തകൾ കേട്ടിട്ട് ഞങ്ങൾ മാത്രമാണ് സത്യം, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് ഇവരെ ബ്രെയിൻ വാഷ്, നമ്മുടെ ആൺകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ചതിയന്മാരാണ്. മാതാപിതാക്കൾക്കെതിരായി അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല, സംരക്ഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ ആൺകുട്ടികളെയും കുടുംബത്തിൽ നിന്ന് അകറ്റുന്ന ചതികളാണ് ഇന്ന് നമുക്ക് മുൻപിൽ, നമ്മുടെ യുവജനങ്ങൾക്ക് മുമ്പിൽ വച്ചിരിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം മാതാപിതാക്കളിൽ നിന്ന് അകറ്റി പിന്നെ ഇവർ പറയുന്ന രീതിയിൽ, പറയുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്ന ചില മാനസികമായ അവസ്ഥയിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടെത്തിക്കുന്നു. അതുകൊണ്ട് തിരിച്ചറിയുന്ന ഇപ്രകാരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ നോക്കുകയും പരിശോധിക്കുകയും ഇതുപോലെ കൂടുതലായിട്ട് ആരോടെങ്കിലുമൊക്കെ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന, കൂടുതൽ സമയം ചെലവഴിക്കുന്ന കാണുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി തന്നെ മാതാപിതാക്കൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും വേണം എന്ന് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം നമ്മുടെ കുട്ടികളെ വലവീശി പിടിച്ച് പല രീതിയിലുള്ള ദുരുപയോഗത്തിലേക്കും കൊണ്ടെത്തിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ ആഴപ്പെടുന്ന കുഞ്ഞുങ്ങളായി വളരുവാൻ നാം പ്രാർത്ഥിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ചില പ്രത്യക്ഷപ്പെടലുകളിൽ, ഈശോയുടെ കൂടെയുള്ള പ്രത്യക്ഷപ്പെടലുകളിൽ, പ്രത്യേകിച്ച് സ്വീഡനിലെ വിശുദ്ധ ബ്രിജിത്തിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോ തന്നെ ആ പ്രത്യക്ഷപ്പെടുകയിൽ അമ്മയും ഈശോയും കൂടെ ചേർന്ന് സ്വീഡനിലെ വിശുദ്ധ ബ്രിജിത്തിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു കൊടുത്തൊരു പ്രാർത്ഥനയുണ്ട്. 2 സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവും 2 നന്മ നിറഞ്ഞ മറിയവും 2 പിതാവിനും പുത്രനും ചൊല്ലി ഈ പിതാവായ ദൈവത്തിന് മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് ഈശോയുടെ തിരുരക്തത്തിൻ്റെ പുകഴ്ചയ്ക്കായി 2 സ്വർഗസ്നായ പിതാവും 2 നന്മ നിറഞ്ഞ മറിയവും 2 തിരുസ്തുതിയും ചൊല്ലി പിതാവായ ദൈവത്തിന് കാഴ്ചവെച്ച് ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണത്തിലേക്ക് നമ്മളെല്ലാവരെയും പേര് പറഞ്ഞ്, നമ്മുടെ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങളെല്ലാം പേര് പറഞ്ഞ് അവർ സമർപ്പിച്ച് ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുവാൻ ഈശോ തന്നെ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ള ചതിക്കുഴികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ നമുക്ക് മാറ്റി നിർത്തുവാനും ഒറ്റപ്പെടുത്തുവാനും നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാകുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും അവരുടെ വിശ്വാസം ആർജിച്ചെടുക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങളാണ് സംരക്ഷിക്കുന്നത്, ഞങ്ങളാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്രകാരമുള്ള ചതിയന്മാരുടെ കെണിയിൽപ്പെടാതെ നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ആൺകുട്ടികൾ, യുവതികൾ, യുവാക്കൾ നമ്മൾ സുരക്ഷിതരായിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം എല്ലാ ദിവസവും നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾ സഹോദരങ്ങൾക്കും വേണ്ടി എടുത്തുകൊണ്ട് ഈശോയുടെ രക്തത്തിൻ്റെ സംരക്ഷണത്തിലേക്ക് നമ്മുടെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ജാഗ്രതയോടുകൂടി ഈ ലോകത്ത് ജീവിക്കുവാൻ പരിശ്രമിക്കണം. ഇനി അവസാനമായ സഹോദരങ്ങളെ, പ്രഭാഷക പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള തിരുലിഖിതങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും, ദുശാഠ്യമുള്ള മനസ്സ് അപകടത്തിൽ പോയി ചാടും. പ്രിയമുള്ള ഇത് നമ്മുടെ യുവാക്കളും തിരിച്ചറിയണം. നിർബന്ധ ബുദ്ധി, മാതാപിതാക്കൾക്ക് എതിരിട്ട് ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ട് മുന്നോട്ട് പോകുമ്പോൾ നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങുമെന്നും ദുശാഠ്യമുള്ള മനസ്സ് അപകടത്തിലാണ് എത്തപ്പെടുക എന്നുള്ള ദൈവവചനം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ ആഴമുള്ള ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥന ആഴപ്പെട്ട് വിശുദ്ധിക്ക് ജീവിതത്തിൽ പ്രാധാന്യം നൽകി മാതാപിതാക്കൾക്ക് അനുസരണമുള്ളവരായി മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ സാത്താൻ്റെ ഇപ്രകാരമുള്ള കെണികളിൽ നിന്ന് നിങ്ങൾ സുരക്ഷിതരായിരിക്കും എന്ന് ഇപ്പോഴത്തെ എൻ്റെ മുൻപിൽ എന്നെ ശ്രമിക്കുന്ന യുവാക്കളിനും പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മയെ, ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ്. ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങളെല്ലാവരുടെയും കൂടെ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കന്മാരുടെ കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.